ജനവിധി അറിയാൻ 4 നാൾ മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് മുന്നണികൾ. എക്സിറ്റ് പോളുകളെല്ലാം ഭരണമാറ്റം പ്രവചിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF. എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ ഭരണ തുടർച്ചയുടെ സൂചന നൽകുന്നു എന്നാണ് LDFന്റെ വാദം. 2 മുന്നണികൾക്കും ഭൂരിപക്ഷം കിട്ടാതെ 4 സീറ്റെങ്കിലും ജയിക്കും എന്നാണ് BJPയുടെ പ്രതീക്ഷ. പാലക്കാട്ട് നിന്ന് സാജിദ് അജ്മൽ, ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസ്, ഒപ്പം വയനാട് നിന്ന് ഫൈസൽ നെടുമ്പാല എന്നിവർ വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം സാജിദിലേക്ക്. സാജിദ്, പാലക്കാട് കേരളം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഹോട്ട് സീറ്റുകൾ അടങ്ങിയ ഒരു ജില്ലയാണ്. പ്രത്യേകിച്ചും പാലക്കാട് സിറ്റി മണ്ഡലം, ഒപ്പം തന്നെ തൃത്താല അടക്കമുള്ള ഹെവി ഫൈറ്റ് നടന്ന മണ്ഡലങ്ങളും അവിടെയുണ്ട്. ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം 3 മുന്നണികളുടെയും പ്രതീക്ഷകൾ എങ്ങനെയാണ് പാലക്കാട് പൊതുവെ? സൈഫുദ്ദീൻ, പാലക്കാട് പൊതുവെ ഒരു ഇടത് കോട്ട എന്ന് വിശേഷിപ്പിക്കാറുള്ള ഒരു ജില്ലയാണ്. അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒരു ചരിത്രമാണ് ഉള്ളത്. ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രം UDFനും ബാക്കി 10 സീറ്റ് LDFനൊപ്പമാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് എക്സിറ്റ് പോളുകളും ഗ്രൗണ്ട് റിപ്പോർട്ടും ഉള്ളത്. അതായത് പാലക്കാട് മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടം നടന്നു. അവിടെ ഈ BJPയും UDFും നേരിട്ടുള്ള പോരാട്ടമായിരുന്നു. അവിടെ UDF തന്നെ മികച്ച വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് UDF കണക്ക് കൂട്ടുന്നത്. ഒരു മറ്റ് പ്രശ്നങ്ങളോ തരംഗമോ ഒന്നുമില്ലാതെ ഒരു നോർമലായി ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ 7000 മുതൽ 9000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി നിയമസഭയിൽ എത്തുമെന്നുള്ളതാണ് ഈ കണക്കാക്കുന്നത്. അത് നേരെ മറിച്ച് വലിയൊരു തരംഗത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച രീതിയിലുള്ള വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകും. അല്ല, അത് LDF കൂടുതൽ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ ഒരു ചെറിയ വോട്ടിന്, അതായത് ഒരു 2000 വോട്ടിനെങ്കിലും രമേശ് പിഷാരടി ജയിക്കും. പിന്നീട് ഉള്ള പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തൃത്താലയാണ്. VT ബൽറാമും MP രാജേഷും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലം. ഈ കഴിഞ്ഞ തവണ ഇതുവരെ 14 തെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 4 എണ്ണം LDFും അതോടൊപ്പം തന്നെ 10 എണ്ണം UDFും ജയിച്ച, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ജയിച്ച ഒരു ചരിത്രമാണ് ഉള്ളത്. കഴിഞ്ഞ തവണ അട്ടിമറി വിജയം MP രാജേഷ് നേടി. ഇത്തവണ പക്ഷേ ഈ കാര്യങ്ങൾ MP രാജേഷിന് അത്ര എളുപ്പമല്ല. VT ബൽറാമിനാണെങ്കിൽ നിരവധി അനുകൂല ഘടകങ്ങളുമുണ്ട്. അതുകൊണ്ട് VT ബൽറാം വിജയിച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീടൊന്ന് ചിറ്റൂരാണ്. മന്ത്രി K കൃഷ്ണൻകുട്ടി മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു. മുൻ MLA K അച്യുതന്റെ മകനും നഗരസഭാ ചെയർമാനുമായ സുമേഷ് അച്യുതനാണ് സ്ഥാനാർത്ഥി. സുമേഷ് അച്യുതൻ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന് ശേഷം സജീവമായുണ്ട്. സുമേഷിന് വിജയിച്ച് കയറാനാകുമെന്ന് തന്നെയാണ് UDF കണക്കാക്കുന്നത്. പിന്നീട് ഒന്ന് കോങ്ങാടാണ്. കോങ്ങാട് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ UC രാമൻ 27000 വോട്ടിനാണ് K തുളസിയോട് പരാജയപ്പെട്ടത്. പക്ഷേ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠൻ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം UDFന് ഉണ്ടായി. ആ പശ്ചാത്തലത്തിൽ കോങ്ങാട് മണ്ഡലത്തിൽ ഇത്തവണ വിജയിക്കാൻ കഴിയും. അതിന് അനുകൂലമായ നിരവധി ഘടകങ്ങൾ K തുളസിക്ക് ഉണ്ട്. അതാണ് അവരുടെ പ്രതീക്ഷ. ഇത് കൂടാതെ പട്ടാമ്പി സീറ്റ് UDF പ്രതീക്ഷ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു സീറ്റാണ്. UDFന്റെ എല്ലാ സ്വഭാവങ്ങളും ഒത്തിണങ്ങിയ ഒരു മണ്ഡലമാണ്. പക്ഷേ മുഹമ്മദ് മുഹസിൻ എന്ന MLAക്കുള്ളൊരു വലിയ ജനസ്വീകാര്യതയാണ് UDFന് മുന്നിലുള്ള വെല്ലുവിളി. എന്തായാലും രാഷ്ട്രീയമായി ആളുകൾ ഈ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ പട്ടാമ്പി സീറ്റ് വരും. ഇത് കൂടാതെ നെന്മാറയിലും DCC പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലത്തിലും വലിയ പ്രതീക്ഷയാണ് UDF വെച്ച് പുലർത്തുന്നത്. പിന്നീട് ഷൊർണൂര്, അതോടൊപ്പം തന്നെ ആലത്തൂര്, തരൂര് പോലെയുള്ള മണ്ഡലങ്ങളിൽ LDF ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം മണ്ഡലവും ഒരു ഹോട്ട് സീറ്റാണ്. കാരണം PK ശശി മത്സര രംഗത്തേക്ക് വരുന്നു. അവിടെ വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്നു. അവിടെ ഈ ഒരു ഇടത് അടിത്തറയുള്ള മണ്ണാണ് ഒറ്റപ്പാലം. പക്ഷേ അവിടെ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് UDF അവകാശപ്പെടുന്നത്, PK ശശി അവകാശപ്പെടുന്നത്. അങ്ങനെ ഒറ്റപ്പാലം അട്ടിമറിച്ചാൽ അത് വലിയ ചരിത്രമാകുമെന്നതിൽ സംശയമില്ല. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് 4-ാം തീയതി വരെ കാത്തിരുന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. സൈഫുദ്ദീൻ, യെസ്, അതാണ് പാലക്കാട്ടെ സാഹചര്യം. കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഈ എക്സിറ്റ് പോളിന്റെ സാഹചര്യത്തിൽ കൂടി വലിയ ആത്മവിശ്വാസം അവിടെ UDF പങ്കുവെക്കുകയാണ്.